ചേട്ടാ, ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് കേസ് ആകെ തിരിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വാദി പ്രതിയായി എന്ന് പറഞ്ഞാൽ ശരിയായി. ഇവിടെ ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിൽ വലിയ അന്യായം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രചാരണം, അതിനെ പ്രചാരണം എന്നല്ല പറയേണ്ട, കുപ്രചാരണം. ആ കുപ്രചരണം നടത്തിയ മനാഫിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഉടുപ്പി പോലീസ് മനാഫിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരു FIR ഇട്ടിട്ടുണ്ട്. ഉടുപ്പി പോലീസിൻ്റെ മുന്നിൽ ഹാജരാകാതെ മനാഫ് അവിടുന്ന് മുങ്ങി. എന്തുകൊണ്ടാണ് മനാഫ് ഉടുപ്പി പോലീസിൻ്റെ മുന്നിൽ ഹാജരാകാതിരുന്നത്? ആ FIRന് ഒരു മറുപടി കൊടുക്കാൻ മനാഫ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇതിൽ ഒന്ന്, ഈ കേരളത്തിലുള്ള മനാഫ് എടുത്തു ചാടി കർണാടകയിലേക്ക് പോയി ധർമ്മസ്ഥലയിൽ ചെന്ന് അവിടെ എന്തോ ഒരു വലിയ ഞാനാണ് ഈ മനുഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇവരെല്ലാം സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു അവതാരമായി ചെന്ന് അവിടെ ഒരു വിപ്ലവം സംഘടിപ്പിക്കാനായിട്ടുള്ള ഇറക്കൽ. ഇപ്പം നേപ്പാളിൽ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ഇപ്പം നേപ്പാളിലെ യുവജനങ്ങൾ അവർ ബഹുഭൂരിപക്ഷം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം, സായുധ വിപ്ലവം എന്ന് പറയാം. ഭരണകൂടത്തിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ എതിരെയാണ്. അതെ, ഭരണകൂടത്തിന്റെ മാത്രമല്ല, അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്കെതിരായിട്ട് മാറി. അതെ അതെ, നേപ്പാളിൽ നമുക്കറിയാം പഴയ രാഷ്ട്രീയവാദമാണ് ഇപ്പൊ അവിടെ നടക്കുന്നതെന്ന് പറയാം. അങ്ങനെയല്ല, അതായത് അതൊരു ഹിന്ദു രാഷ്ട്രമായിരുന്നു, അവിടെ ഒരു രാജഭരണം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ മാവോയിസ്റ്റ് അവരുടെ ഒരു വളർച്ച ഉണ്ടാവുന്നതും അവർ ഈ രാജഭരണത്തിനെ അട്ടിമറിച്ച് അവിടെ അധികാരത്തിൽ വരുന്നതും. അപ്പോൾ ഇപ്പം എന്ത് പറ്റി? നിലവിലുള്ള പ്രധാനമന്ത്രിക്ക് അവിടെ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നു. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ഇവർ ചുട്ടുകൊന്നു, സുപ്രീം കോടതി കത്തിക്കുന്നു, പാർലമെൻറ്റ് മന്ദിരം കത്തിക്കുന്നു. അപ്പോൾ അവിടുത്തെ ജുഡീഷ്യറിയിലോ അവിടുത്തെ പൊളിറ്റിക്സിലോ അവിടുത്തെ ഭരണകൂടത്തിലോ അവിടുത്തെ യുവജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ. ഇപ്പം നമ്മൾ ഇന്നലെ കണ്ട ചില പോസ്റ്റുകൾ എന്താണ്? ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് നേപ്പാളിലെ യുവജനങ്ങൾ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പുരോഗതി ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ലയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു നേതാവ് വേണം ഞങ്ങളെ ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ യുവാക്കൾ, കാരണം അവിടെ തൊഴിലില്ലായ്മ എല്ലാം കുത്തഴിഞ്ഞു അവിടുത്തെ ഭരണ സംവിധാനം. അപ്പോൾ ഈ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം കറപ്റ്റ് ആകുന്നു. അപ്പോൾ അത് ഭരണമായാലും പ്രതിപക്ഷമായാലും ദ പൊളിറ്റീഷ്യൻസ് ആർ കറപ്റ്റ് എന്ന് അവരങ്ങ് ബ്രാൻഡ് ചെയ്തു. ഇതാണ് അവിടുത്തെ ഈ ന്യൂജനിൻ്റെ പ്രശ്നം ഉണ്ടായത്. സമാനമായ ഒരു പദ്ധതിയാണോ ഈ ധർമ്മസ്ഥലയെ കേന്ദ്രമാക്കിക്കൊണ്ട് ആസൂത്രണം ചെയ്യപ്പെട്ടത് മനാഫിൻ്റെ നേതൃത്വത്തിൽ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിക്ക് പോയി ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അല്ല, അത് ശരിയാണ്. അപ്പോൾ ആ വ്യക്തി അവിടേക്ക് പോയതിന് പിന്നിൽ വേറെ എന്തോ ഗൂഢ ഉദ്ദേശവും ഗൂഢതന്ത്രവും ഉണ്ട്, ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയണത്, അപ്പോൾ ഇത് ലക്ഷ്യം എന്നുള്ളതിനേക്കാളും ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരുന്നത്, ഇതിനൊരു മാസ് സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ കാര്യമായി അവിടെ കഴിഞ്ഞില്ല. കുറേ പേരെ സംഘടിപ്പിക്കാൻ കഴിച്ചു ചെന്നിട്ട്. അതും പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥ. അതെ, പക്ഷെ ഇങ്ങനെയുള്ള സംഗതികൾ നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി നമ്മുടെ ഒരു കാര്യം അവിടെ പറിച്ചു നടണമെങ്കിൽ അവിടെ ഒരു ഫണ്ടിങ് വേണം. അതിപ്പോൾ മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും സാമുദായിക സംഘടനയായാലും ഒരു ഫണ്ടിങ് ഇല്ലാതെ നമുക്ക് ഒരു അന്യ സ്ഥലത്ത് പോയി അവിടുത്തെ ആളുകളെ സംഘടിപ്പിച്ച് അവരെ അതിൻ്റെ കൂടെ ഫുൾ ടൈം നിർത്തി പ്രവർത്തിപ്പിക്കാൻ ഇതിനൊരു ഫണ്ടിങ് വന്നേ പറ്റും. മനാഫ് തന്നെ പറയുന്ന 5 മാസം ഞാൻ ഇതിൻ്റെ പുറകെ നിന്നാണ് പറയുന്നത്. 5 മാസം നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി ചെയ്യുന്നവന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മനസ്സിലാക്കിയിടത്തോളം മനാഫ് ഒരു ലാറി മുതലാളിയാണ്, അതെല്ലാം കളഞ്ഞിട്ട് അയാൾക്ക് 5 മാസം ഈ പറയുന്ന ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടുകൊണ്ട് എൻ്റെ മകളെ കാണാനില്ല, കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി അങ്ങ് ചെല്ലുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലായിരുന്നു ഇവിടെ നിന്ന് അങ്ങ് നേപ്പാളിൽ പറ്റൂടായിരുന്ന. അവിടെ ഒരു ഭരണകൂടം ഉണ്ടായി വരുമായിരുന്നു, നല്ലൊരു ഭരണകൂടം അങ്ങനെ വന്നിരുന്നില്ലേ. അപ്പോൾ അത് പകരം ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, മനാഫ് പറയുന്നു ഞാൻ കേട്ടത് എല്ലാം തെറ്റായിപ്പോയി, ഇവിടെ സംഭവിച്ചതെല്ലാം അബദ്ധമാണ്. അപ്പോൾ എന്തോ കേട്ടു, ചാടി ഇറങ്ങി ഇപ്പോൾ എല്ലാം ശരിയാക്കി കളയാമെന്ന് പറഞ്ഞ് പോകുന്നു.
ഇതിൻ്റെ എല്ലാം പിന്നിൽ മനാഫ് എന്നുള്ളൊരു വ്യക്തിയുടെ താല്പര്യമല്ല ഞാൻ കാണുന്നത്. ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു വലിയ ഒരു ഹിന്ദു സംരംഭം, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി, 4000 പരം ഏക്കർ ഭൂമി ഇവരുടെ അധീനതയിലെന്ന് പറയില്ല, പക്ഷേ അവിടെ വനഭൂമിയുണ്ട്, എത്രയോ കൃഷിഭൂമിയുണ്ട്, 100 കണക്കിന് കുളങ്ങളുണ്ട്. ഈ കുളങ്ങളെയെല്ലാം സംരക്ഷിച്ച്, നമ്മളെ നാട്ടിൽ നടക്കുന്ന എന്താണ്, കുളങ്ങളെ അങ്ങ് മൂടും. കൊതുകെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം കുളം മൂടും. കൃഷിഭൂമി നമ്മൾ പൂർണ്ണമായി നശിപ്പിച്ചു കേരളത്തിൽ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എല്ലാ കാര്യത്തിനും തമിഴനെയും മറ്റുള്ളവരെയും ആശ്രയിക്കേണ്ട ഗതിയിലേക്ക് വന്നത്. അപ്പോൾ ഇതിനെയും സംരക്ഷിച്ച് നിർത്തുന്നു. എത്രയോ ഏക്കർ ഭൂമി, കൃഷിഭൂമി, അത് സംരക്ഷിച്ച് നിൽക്കണമെങ്കിൽ അവരെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം. അത് വാങ്ങാൻ അവിടെ ആരെങ്കിലും വേണം. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതിനെ ഒരു ഒരു നഗരത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ അവർക്ക് വില കിട്ടൂ. അപ്പോൾ അവിടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവിടെ അന്നദാനമുണ്ട്, അവിടെ ഇതിൻ്റെ പർച്ചേസിങ് പവറുണ്ട്, അവർക്ക് നല്ല വില കിട്ടും, എങ്കിലേ അവർ കൃഷിക്കാരായി നിലനിൽക്കൂ. ഇതിനെ എല്ലാം നശിപ്പിക്കണം, ഈ വ്യവസ്ഥിതിയെ പൂർണ്ണമായി നശിപ്പിക്കണം. കാരണം അതൊരു ഹിന്ദു അട്ടിമറിയാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ നടത്താൻ ഉദ്ദേശിച്ചത് ഈ ഒരു സംവിധാനത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരാളിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ 10 പേര് അതിൻ്റെ കൂടെ കൂടും. എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇനി പുക വെറുതെ വരില്ലല്ലോ എന്നൊക്കെ പറയണതാണ് നമ്മുടെ നാട്ടിലൊരു സംസാരം. അപ്പോൾ വേറെ ഒന്നും നമ്മൾ പോസിറ്റീവായി ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒന്നുമില്ലെങ്കിലും ഒരു സപ്പോർട്ട് അതിൻ്റെ കൂടെ അങ്ങ് കൂടും. പക്ഷെ ചേട്ടാ, ഒരു കാര്യം, ഈ ധർമ്മസ്ഥലയിൽ നടന്നതിനേക്കാൾ വലിയ വ്യാജ പ്രചാരണമാണ് കേരളത്തിൽ നടന്നത്. എന്തുകൊണ്ട് ഇവർ ഈ കേരളത്തിൽ നിന്ന് ഇതിനെ അങ്ങോട്ടേക്ക് ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ടടിക്കുന്ന രീതിയിൽ ഇതിനെ സംവിധാനം ചെയ്തു? അതാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. അതെ, കേരളത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഈ ചില മാധ്യമങ്ങൾ എന്താ പറയണ്ട, നമ്മളാരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൂട്ടി മുന്നോട്ട് പോയത്, ചർച്ച ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ശബരിമല അയ്യപ്പനെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ മാർക്കറ്റ് കിട്ടില്ല, നെഗറ്റീവ് ക്യാമ്പയിൻ മാർക്കറ്റ് കിട്ടില്ല. കാരണം ബഹുഭൂരിപക്ഷം വരുന്നവർ അതിൽ ഹിന്ദുക്കളും മറ്റു മതവിശ്വാസികളും, ഇനി വിശ്വാസി അല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവനും രഹസ്യമായിട്ട് കറുത്ത മുണ്ടെടുത്തുകൊണ്ട് അയ്യപ്പനെ രാത്രിയിലാകുമ്പോൾ അങ്ങ് പോവാം. അപ്പോൾ അങ്ങനെ ഒരു അയ്യപ്പ ഭക്തി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു നെഗറ്റീവ് പ്രചരണം ഇവിടെ കാര്യമായി ഏശിക്കില്ല. അതുകൊണ്ടാണല്ലോ അവിടെ പല പ്രശ്നങ്ങളും നിലയ്ക്കൽ തുടങ്ങിയിരുന്നു. അയ്യപ്പ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചു, വിഗ്രഹം പൊളിച്ചു, അവിടെ എല്ലാം മലിനമാക്കി, വീണ്ടും ഉയർത്തെഴുന്നേറ്റി വന്നത്. അപ്പോൾ അത് ഇത്രയും വലിയൊരു സാമൂഹിക അടിത്തറ, ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ അതിനുണ്ട്. ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അത്ര പോപ്പുലർ അല്ല, പലർക്കും അറിയില്ല. അതായത് ഇവിടെ നിന്ന് ആകെ കൂടി അറിയാവുന്ന എന്താണ്, മൂകാംബിക ക്ഷേത്രം. ഇവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറി മൂകാംബിക ക്ഷേത്രത്തിൽ പോയി കുറച്ച് പേര് ഉടുപ്പി പോകും. അങ്ങനെ മൂകാംബി പോകുന്നവരെ എല്ലാവരും ഉടുപ്പി പോകുന്നവരല്ല. ഇനി അതിൻ്റെ ആ ഒരു പിൽഗ്രിമേജ് ട്രിപ്പിൽ വരുന്നതാണ് മറ്റ് ക്ഷേത്രങ്ങളായിട്ടുള്ള സുബ്രഹ്മണ്യ, അന്നപൂർണേശ്വരി, പിന്നെ അത് കഴിഞ്ഞ് ഈ പറയുന്ന ധർമ്മസ്ഥല. അപ്പോൾ ധർമ്മസ്ഥലയിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാവുന്നത് കർണാടകയിലുള്ളവർക്കറിയാം, അതിൻ്റെ പരിസരവാസികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം അവിടുത്തെ ഒരു സാമ്പത്തിക ഭദ്രത നിലനിന്ന് പോകുന്നത് ധർമ്മസ്ഥല കാരണമാണ്. അപ്പോൾ ആ സാമ്പത്തിക ഭദ്രത പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് അവിടെ ചെന്ന് ഒരു മതപരിവർത്തനം നടത്താൻ. അപ്പോൾ അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന കഴുകന്മാരുണ്ട് ഇത് കൊത്തിയെടുക്കാൻ വേണ്ടി. പിന്നെ ഈ സ്ഥലം അതെങ്ങനെയെങ്കിലും നമുക്ക് കയ്യേറിയെടുക്കണം എന്നുള്ളവരുണ്ട്. ഒരു 4000 ഏക്കർ ഭൂമിയൊക്കെ വേലി കെട്ടി സംരക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു ട്രസ്റ്റിന് ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് പറയുന്നതിന് നമുക്ക് വേലി കെട്ടി 4 ചുറ്റിനും സുരക്ഷാ പടമാരിയിട്ട് സംരക്ഷിക്കാൻ പറ്റുമോ? അത് അസാധ്യമാണ്. 18 മലകൾ ചേർന്നതാണ് സത്യത്തിൽ. അതുപോലെ മലകളും എത്രയോ വനഭൂമിയും കൊടുങ്കാടും അതിൽ എത്രയോ 600ഓളം കുളങ്ങളും കൃഷിഭൂമിയും എല്ലാം ചേർന്ന് വിസ്തൃതമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനകത്ത് നമുക്കറിയാം, ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാണിക്കുന്ന അനാവശ്യ പ്രവൃത്തികളുണ്ടല്ലോ, പരസ്യമായിട്ട് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പരസ്യമായി തിരുവനന്തപുരം പട്ടണത്തിൽ നടക്കുന്നു. അപ്പോൾ ഇതുപോലെ ഈ ധർമ്മസ്ഥലയിലൊക്കെ ടൂർ എന്ന് പറഞ്ഞ് വരും, പിൽഗ്രിമേജിൽ വരില്ല. ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും സൈഡിലോട്ട് പച്ചക്കാടാണ്, അതൊക്കെ ഇതിനകത്തോട്ട് പോയാലോ
അതിനകത്ത് ചെന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് തടയാൻ വേണ്ടിയുള്ള എക്യുപ്ഡ് ആയിരിക്കില്ല അവിടുത്തെ ജനങ്ങൾ, എന്താണ് സംവിധാനം, സെക്യൂരിറ്റി സിസ്റ്റം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള താമസ സ്ഥലങ്ങൾ, അവിടുത്തെ അന്നദാനം, അവിടുത്തെ ആ ഒരു പറയുന്ന ഒരു നാഗരികത എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി കൂടുതൽ ഭക്തർ വരുന്ന സ്ഥലം, അവിടെയുള്ള സംവിധാനങ്ങളും സുരക്ഷയും അവർക്ക് നോക്കാൻ പറ്റും. അപ്പം ഇത് ഒരുപക്ഷെ കാട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും. അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും പോയി തൂങ്ങിച്ചെത്തിട്ടുണ്ട്. കാരണം ഇതൊന്നും ഈ വനാന്തരത്തിലാണ്, നദീതീരമാണ്, നദീ ചാടി ചത്തിരിക്കും, അവിടെ നിന്ന് വന്ന് അടിഞ്ഞിരിക്കും. അപ്പോൾ ഈ കോടതി കൊണ്ടുവന്നത് തന്നെ എന്താണ്, എവിടെന്നോ 2 തലയോട് കൊണ്ടുവന്നു. അത് പുരുഷന്റേതായിരുന്നു. സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിരുന്നത് പുരുഷന്റെ അസ്ഥികളാണ്. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ചേട്ടൻ അങ്ങ് പറയുന്നത് ഈ മനാഫ് ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായിട്ട് ഇറങ്ങിയത് കൃത്യമായി അതിൻ്റെ പുറകിൽ ഒരു വലിയ ഫണ്ടിങ് ഉണ്ട്. ഒരു പക്ഷേ അതൊരു വിദേശ ഫണ്ടിങ് ആകും. തീർച്ചയായിട്ടും അത് പുറത്തു വരാതിരിക്കാനാണ് മനാഫ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി കൊടുത്തിട്ട് അവിടുന്ന് മുങ്ങിയത്. ഇനി ഉടുപ്പി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്താൽ ഒരു പക്ഷേ ഈ വിദേശ ഫണ്ടിങ്ങിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം അവർക്കുണ്ട് എന്നാണോ? ഇത് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ടത് ഇനി ഇത് ഉടുപ്പി പോലീസോ കർണാടക പോലീസോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷിച്ചാൽ ഇതിൻ്റെ പരിധിയിലെത്തില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദേശീയ NIA, CBI പോലെയുള്ള ഇതിലെവിടെ നിന്നെല്ലാമാണ് ഫണ്ടിങ്ങുകൾ വന്നിട്ടുള്ളത്, ഒരു സംയുക്ത ടീം EDയുടെയും NIAയുടെയും ഒക്കെ ഒരു അങ്ങനെ വളരെ ക്ലിയറായി ഇതിനെ തിരഞ്ഞു പിടിച്ചെങ്കിൽ മാത്രമേ ഈ ഫണ്ടിങ് എവിടെ നിന്ന് വന്നു, ആര് കൊടുത്തു, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ശ്രീലങ്കയിൽ നടന്ന സംഭവം രാഷ്ട്രീയ അട്ടിമറി, അവിടെയും ഇതുപോലെ ഒരു വിപ്ലവം പോലെ അട്ടിമറി. ബംഗ്ലാദേശിൽ നടന്ന സംഭവം, ഇപ്പം നേപ്പാളിൽ നടക്കുന്ന സംഭവം, ഈ സംഭവങ്ങളെ എല്ലാം കൂടെ നമ്മൾ കൂട്ടിയോജിപ്പിച്ച എണ്ണം വിട്ടുപോയി ചേട്ടാ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അഫ്ഗാനിൽ നടന്നു, ബർമയിൽ പ്രശ്നമുണ്ട്, അപ്പോൾ ഇങ്ങനെ മ്യാൻമാറിലുണ്ട്, അതാ പറഞ്ഞേ ബർമ, മ്യാൻമാർ. അപ്പോൾ നമ്മുടെ ഭാരതത്തിനെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളിൽ എല്ലാം തന്നെ പ്രശ്നങ്ങൾ, എന്തിന് പാകിസ്ഥാനി പ്രശ്നമില്ലേ, അവിടെയും ഉണ്ട്. അപ്പോൾ ഭാരതത്തിൽ ഇപ്പോൾ ഉള്ള ഈ ഭരണ സംവിധാനവും നമ്മുടെ സുരക്ഷാ സേനയുടെ കാര്യമായ പ്രവർത്തനവും കാരണം, അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനവും കാരണം ഇത്രയും വലിയൊരു രാജ്യമായിട്ട് കൂടി ഭാരതത്തിനകത്ത് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ചുറ്റുപാടും നടക്കുന്ന ഈ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ലക്ഷ്യം ഭാരതത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കാണുന്ന ധർമ്മസ്ഥല, നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ചില തീവെപ്പ് സംഭവങ്ങൾ, ആസാമിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, അതുപോലെ ധർമ്മസ്ഥലയിൽ നടക്കുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കാണണം. അപ്പോൾ ഇതിൽ ഭാരതത്തിനെ ശിഥിലമാക്കാൻ, ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ ഇല്ലാതാക്കാൻ, ഭാരതം എന്നുള്ളൊരു രാജ്യത്തിനെ തന്നെ ശിഥിലമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഇൻ്റർനാഷണലി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി ഇതിന് വരുന്ന ഫണ്ടിങ് അതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതെവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് വേണ്ടത്. അപ്പോൾ ഒരു NIA അന്വേഷണം ഇപ്പോൾ എന്തായാലും സന്യാസിമാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല, കാത്തിരുന്ന് കാണാം. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.